അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ മദീനത്തിൽ പോകുന്ന സമയത്ത് പലപ്പോഴായിട്ട് ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സംസം വെള്ളം ആണെന്ന് വിചാരിച്ചിട്ട് മസ്ജിദ് നബവിയുടെ പരിസരത്തുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് കുടിക്കുകയും അതുപോലെ തന്നെ അതിനെ കൊടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ജിദ് നബവിയിൽ 2 സ്ഥലത്ത് മാത്രമാണ് സംസം കിട്ടുന്നത്. ബാക്കി എല്ലാ വെള്ളവും എന്താണ്, ഫിൽട്ടർ ചെയ്തിട്ടുള്ള നല്ല കുടിക്കാൻ പറ്റുന്ന പാകമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന സമയത്തും പല ബാത്റൂമുകളുടെ സൈഡിലായിട്ട് പിൻവശത്തായിട്ട് ഇതുപോലെ പൈപ്പുകളായിട്ട് കൊടുത്തിട്ടുണ്ടാകും. ഈ പൈപ്പിൻ്റെ സൈഡിലായിട്ട് ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടാകും. ഈ വെള്ളമൊക്കെ കുടിക്കാനുള്ള വെള്ളമാണ്, അതൊരിക്കലും സംസം അല്ല. പിന്നെ നിങ്ങൾക്ക് സംസം ഏതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പള്ളിയുടെ ഉള്ളിലായിട്ട് ഇതുപോലെ കാണാൻ പറ്റും. ഇതുപോലെ അതിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും സുക്കിയ സംസം എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലാണ് സംസം ശരിക്കുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കുടിക്കാനുള്ള സംസം വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ കണ്ടെയ്നറുകളിലാണ്. പിന്നെ നേരെ മറിച്ച് സംസം നമുക്ക് കിട്ടുന്നത് മസ്ജിദ് നബവിയുടെ പരിസരത്തുള്ള 310 നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സംസം എത്ര വേണമെങ്കിലും നമുക്ക് ബോട്ടിലുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നറുകളിലോ കൊണ്ടുപോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും 310 നമ്പർ ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയിലാണ്. അവിടെ 3 സമയത്ത് മാത്രമാണ് സംസം കിട്ടുന്ന സമയമുള്ളത്. അവിടെയാണെങ്കിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സ്ഥലമുണ്ട്. അവിടെ തന്നെ നമുക്ക് സംസം എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ പലർക്കും അറിയില്ല. അറിയാത്ത ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.